കെ.ആർ. മീരയുടെ മീര സാധു എന്നുള്ള ബുക്കാണ്. കെ.ആർ. മീരയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വതന്ത്ര പത്രപ്രവർത്തകയാണ്. അതോടൊപ്പം തന്നെ പ്രശസ്ത എഴുത്തുകാരിയും കൂടിയാണ്. അദ്ദേഹത്തിന്റെ ബുക്ക് എന്ന് പറയുന്നത് കൂടുതലായിട്ടും സ്ത്രീ കഥാപാത്രങ്ങളെ ഊന്നിക്കൊണ്ട് നിർത്തിയിട്ടുള്ള നോവലുകളാണ് കൂടുതലായിട്ടും കെ.ആർ. മീര രചിച്ചിട്ടുള്ളത്. ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മീര സാധു എന്ന നോവലിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് തുളസി എന്ന് പറയുന്നത്. തുളസിയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. തുളസി ഒരു IIT-യിലെ ബിരുദധാരിയാണ്. അവള് ഒരു പ്രണയത്തിൽ ഏർപ്പെടുന്നതാണ് ഇതിൽ പറയുന്നത്. ഒരു പ്രണയ കഥ എന്നതിലുപരി ഒരു പ്രതികാരത്തിന്റെ കഥ അല്ലെങ്കിൽ ഒരു പെൺബുദ്ധിയുടെ കഥ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാവുന്നതാണ്. അതായത് IIT-യില് ബിരുദധാരിയായിട്ടുള്ള തുളസി എന്ന കഥാപാത്രം മാധവൻ എന്നുള്ള ഒരു കഥാപാത്രമായി കണ്ടുമുട്ടുകയും അവർ പരസ്പരം അടുക്കുകയും ചെയ്യുന്നു. തുടർന്ന് അവള് നിശ്ചയിച്ചുറപ്പിച്ച മീര എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ തുളസിയും. അതായത് തുളസിയാണ് പിന്നീട് എന്തായി മാറുന്നത്, മീര സാധു ആയിട്ട് മാറുന്നത്. അപ്പൊ തുളസി എന്നുള്ള കഥാപാത്രം മാധവനുമായിട്ട് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ സ്വന്തം നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം അവള് ഒഴിവാക്കിയിട്ട് അന്നേ ദിവസം മാധവനുമായിട്ട് ഡൽഹിയിലേക്ക് ഒളിച്ചോടുകയാണ് ഈ കഥയിൽ നോവലിൽ പറയുന്നത്. അതാണ് കൂടുതലായിട്ട് ഇത് പറയുന്നത്. ഒരു പ്രണയ കഥ എന്നതിലുപരി അത് പിന്നീട് അവർ തമ്മിൽ വിവാഹം കഴിക്കുകയും പിന്നീട് ഒരു 3 വർഷം കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ അവള് ചെയ്ത ഒരു സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ചിട്ട് അവൾ ചെയ്ത ആ ഒരു പ്രവൃത്തി, അപ്പൊ അതില് അവള് പശ്ചാത്തപിക്കുകയാണ് ചെയ്യുന്നത്. കാരണം 3 വർഷത്തിനൊടുവിൽ അവള് ഡിവോഴ്സ് ചെയ്യാണ്. താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് അവള് പിന്നീടാണ് തിരിച്ചറിയുന്നത്. അതായത് മാധവന് മറ്റുള്ള സ്ത്രീകളുമായിട്ടും റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു എന്ന് അവൾ തിരിച്ചറിഞ്ഞിട്ടും വീണ്ടും അവനെ കല്യാണം കഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് 17 കാമുകിമാരുണ്ട് എന്ന് അവളോട് മാധവൻ മുൻപ് പറഞ്ഞിരുന്നു. പക്ഷെ അവൾ അതൊന്നും കേൾക്കാതെ വിവാഹത്തിൽ ഏർപ്പെടുകയാണ് ചെയ്തത്. അപ്പോ അവള് വഞ്ചിക്കപ്പെട്ടു. 3 വർഷത്തിനു ശേഷമാണ് അവള് താൻ ചെയ്തത്. തന്റെ കുടുംബത്തെ ഒഴിവാക്കിയിട്ട് മാധവന്റെ അടുത്തേക്ക് പോകുമ്പോൾ അവളത് താൻ വഞ്ചിക്കപ്പെട്ടു എന്നാണ് അവള് കരുതിയത്. അപ്പോ അത് മനസ്സിലാക്കാനായിട്ട് അവൾക്ക് കുറെ കാലങ്ങൾ എടുക്കേണ്ടി വന്നു. പിന്നീടും പരസ്പരം അവര് തിരിച്ചറിയുകയും ഒരു വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുമ്പോഴും പിന്നീടും അവനെ ഒഴിവാക്കി പോകുന്നുണ്ടെങ്കിലും പിന്നീട് അവൻ അവളെ തേടി വരികയാണ്. അങ്ങനെ വീണ്ടും ഒരു യോജിപ്പ് പുലർത്തിയെങ്കിലും വീണ്ടും അവനോടുള്ള സ്നേഹം കൊണ്ട് വീണ്ടും അവർ ഒന്നിക്കുകയാണ്. പക്ഷെ അതൊരിക്കലും എന്താ പറയാ, അവള് ചെയ്തൊരു വലിയ തെറ്റായിട്ടാണ് അവൾക്ക് മനസ്സിലായത്. അതായത് വീണ്ടും ഒരു 32ഓളം കാമുകിമാര് ആ മാധവന് ഉണ്ട് എന്നാണ് അവൾ മനസ്സിലാക്കിയത്. അത് മനസ്സിലാക്കാൻ അവള് വൈകിപ്പോയി. അവള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം മക്കളെ പോലും ഈ വേദന, ഈ ബ്രേക്കപ്പ് ആയ സമയത്ത്, ഡിവോഴ്സ് ആയിട്ട് അവളുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവൾക്ക് തന്റെ മക്കളെ പോലും അവള് പാലില് വിഷം ചേർത്തിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ കുട്ടി ചോദിക്കുന്നുണ്ട്, അമ്മ എന്താണ് ഈ പാലിന്, അവൾക്ക് 2 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അവള് ചോദിക്കുന്നുണ്ട്, എന്താണ് അമ്മ ഈ പാലിന് ഇത്ര ഒരു കയ്പ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവള് ആ പാലില് കുഞ്ഞുങ്ങൾക്ക് വിഷം കലർത്തിയിട്ട് കൊടുക്കുകയാണ്. കാരണം അവൾക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. അവൾക്ക് മാധവൻ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ആലോചിച്ച് അവൾക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ഒരു വായനക്കാരെ സംബന്ധിച്ച് എന്താ പറയാ, ഒരു കുഞ്ഞിനെ കൊല്ലുക എന്ന് പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത്രയും ആ കുട്ടിയെ കൊല്ലുന്നു എന്ന് അതിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും അവൾക്ക് അവനോടുള്ള പ്രതികാര മനോഭാവമാണ് ഉള്ളത്. അവളുടെ പ്രതികാരത്തെ കുറിച്ചിട്ട് ബുക്കിൽ പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവളൊരു വൃക്ഷമായിട്ട് ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ, വൃക്ഷമായിട്ട് ഒരു ജന്മം നൽകുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് വളരെയധികം ദേശത്തോടെ അവൾ പുഷ്പിക്കും എന്നാണ് പറയുന്നത്. ആ പുഷ്പത്തിൽ പോലും വിഷം നൽകിയിട്ട് എല്ലാവരെയും ആ പുഷ്പത്തിൽ നിൽക്കുന്ന തേൻ നുകരുന്ന എല്ലാ പണ്ടുകളെ പോലും അവള് നശിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്രയും ദേഷ്യവും വാശിയുണ്ട്. ഒരു പ്രതികാരത്തിന്റെ കഥ എന്ന് പറഞ്ഞില്ലേ, അത് മാധവനോട് അവൾക്ക് തോന്നുകയാണ്. അങ്ങനെ അവള് എല്ലാവരും എന്താ പറയാ, ഒരു പ്രണയനഷ്ടത്തിനൊടുവിൽ അവൾ എന്ത് ചെയ്യാണ്, ഒരു മധുരയിലെ വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്. അവിടെ ഒരു ഭക്തിയിലേക്കാണ് അവൾ പോകുന്നത്. ക്ഷേത്രവും പരിസരവും ആരാധനാലയങ്ങളും അങ്ങനെയുള്ള അങ്ങോട്ടാണ് അവൾ എത്തിച്ചേരുന്നത്. അങ്ങനെ എത്തിച്ചേരുമ്പോ അവള്
അവിടെ നിന്നാണ് അവള് തുളസി എന്നുള്ള ഒരു കഥാപാത്രം അവിടെ വെച്ചിട്ടാണ് മീര സാധു ആയിട്ട് മാറുന്നത്. മീര സാധു എന്ന് പറയുമ്പോൾ എന്താണ് കൂടുതലായിട്ടും അവള് ജീവിതം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവള് പറയുന്നുണ്ട്, എന്റെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർ എന്ത് ചെയ്യണം, വേദനിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. കാരണം അവൾക്ക് അത്രയും അവളുടെ ജീവിതത്തിൽ 17 വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ട് 17ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ട് അവൾക്ക് ഒരു 30 വർഷം പിന്നിടുമ്പോൾ തന്നെ അവൾക്ക് ഇത്രം ഒരു അനുഭവം അവൾക്ക് സമ്മാനിച്ചത് മാധവൻ എന്നുള്ള ഒരു പുരുഷനാണ്. അപ്പൊ ആ ഒരു വേദന അവളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് അവള് വളരെ നല്ല ഭയങ്കര ഒരു ഭക്തിയിലേക്കാണ് അവള് പോകുന്നത്. അങ്ങനെ അവിടെ എത്തി, മധുരയിലെത്തി, വൃന്ദാവനത്തിൽ എത്തിച്ചേരുന്ന സമയത്ത് ഈ മാധവന് ഇവളടുത്തേക്ക് വരുന്നുണ്ട്. ഇവളെ തേടി ഇവളോട് ചെയ്ത ദ്രോഹത്തെ കുറിച്ച് പശ്ചാത്തപിച്ചിട്ട് അവൾ ഈ മാധവൻ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ വരുന്ന സമയത്ത് അവള് പറയുന്നുണ്ട്, എനിക്ക് അദ്ദേഹത്തെ കാണണമെന്നോ, ഞങ്ങള് കുറെയായി കണ്ടിട്ട് എനിക്ക് അവരെ കാണണമെന്നോ സംസാരിക്കണമെന്നോ ഒന്നും തോന്നുന്നില്ല, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവളെ നേരിട്ടിട്ട് അവർ രണ്ടുപേരും കാണുകയാണ്. ആ സമയത്ത് മാധവന് അമീരയെ കാണുമ്പോ നെഞ്ചു പൊട്ടിയിട്ട് കുഴഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. അത്രയും കഠിനമായിട്ടുള്ള ഒരു വേഷത്തിലായിരുന്നു അവൾ ഉണ്ടായിരുന്നത്. അതായത് ചുക്കിച്ചുളുങ്ങിയ മുഖം, അതുപോലെ തന്നെ മുണ്ടനം ചെയ്ത തല, അത്രയും ഒരു ഭയങ്കര മോശപ്പെട്ട, അവള് പറയുന്നുണ്ട്, എനിക്ക് അവനോട് എന്താണ് ഒരു പ്രതികാരമാണ്, ഒരു സർപ്പത്തെ പോലെ നിന്നിട്ട് പ്രതികാരം ചെയ്യുന്ന ആളാണ് ഞാന് എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലാണ് ആ കഥ മുന്നോട്ട് പോകുന്നത്. അതായത് ഒരു പ്രണയം എന്നതിലുപരി പ്രണയത്തെ കുറിച്ച് വളരെ മനോഹരമായിട്ട് ഉപമിക്കുന്നുണ്ട് ഇതില്. പാൽ പോലെയാണ് പ്രേമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാണാതിരിക്കുമ്പോൾ കാണണമെന്നും, അങ്ങനെ ഓരോ പല ഭാഗങ്ങളായിട്ട് പ്രണയത്തെ കുറിച്ച് നന്നായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഒരു 72 പേജസേ ഉള്ളൂ. ഒറ്റ ഇരിപ്പിന് തന്നെ പെട്ടെന്ന് വായിക്കാനായിട്ട് നമുക്ക് പറ്റും. ഈസി ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതില് പറയാനുള്ളത്. താങ്ക് യു. താങ്ക് യു നജ്മ ഫോർ യുവർ പ്രസന്റേഷൻ. അടുത്തതായിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി ഫസ്റ്റ് ഇയർ SS ജാസിനാനെ ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. പ്രശസ്ത എഴുത്തുകാരി KR മീരയുടെ മീര സാധു എന്ന ബുക്ക് നജ്മ വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു നജ്മ. അപ്പൊ ഈ ഒരു ബുക്ക് വായിക്കാത്തവരാണെങ്കിൽ എല്ലാവരും വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു. അടുത്തതായി സെക്കൻഡ് ഇയർ SS സുനീലാനെ ഫീഡ്ബാക്ക് പറയാനായിട്ട് ക്ഷണിക്കുന്നു. സുനീറ ജോയിൻ ചെയ്തിട്ടില്ല. വേറെ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഈ പരിപാടിയിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള നജ്മക്ക് എൻ്റെ പേരിൽ നന്ദി പറയുകയാണ്. വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി ഫീഡ്ബാക്ക് ആരും പറയാത്ത സ്ഥിതിക്ക് വൈൻഡപ്പ് ചെയ്യാം. പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.